+2 ശേഷം മീഡിയ റിലേറ്റഡ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിർബന്ധമായിട്ട് കണ്ടോളി. കാരണം ഞാൻ മൾട്ടിമീഡിയ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. മൾട്ടിമീഡിയ മാത്രമല്ല, മൾട്ടിമീഡിയയുടെ പോലെ കുറേ കോഴ്സുകളുണ്ട്. ഗ്രാഫിക് ഡിസൈനിങ്ങും വീഡിയോ എഡിറ്റിങ്ങും ആനിമേഷനും അതേപോലെ തന്നെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഇഷ്ടംപോലെ കോഴ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. മീഡിയ ഫീൽഡ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ ഈ കാര്യങ്ങളൊന്നും നിർബന്ധമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാം, ഉറപ്പായിട്ടും പഠിക്കാം. കാരണം യൂട്യൂബിലും അതേപോലെ തന്നെ കുറേ ഫ്രീ ആയിട്ടുള്ള സോഴ്സസ് നമുക്കിത് പഠിക്കാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നുമല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പഠിക്കാം. ഈ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് ഇക്കത് യൂട്യൂബിലും കാര്യങ്ങളും നോക്കിയിട്ട് പഠിച്ചുകൂടാ, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് എടുത്തു, ഒരു ഡിഗ്രി എടുത്തു എന്നുള്ളതിനൊരു ഡൗട്ട് ഉണ്ടാവും. അതിൻ്റെ മെയിൻ കാരണം എനിക്കിതിനെ പറ്റിയൊരു നോളജ് ഉണ്ടായിരുന്നില്ല. അതായത് മൾട്ടിമീഡിയ പഠിച്ചാലുള്ളൂ എന്തെങ്കിലുമൊക്കെ ആവുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മൾട്ടിമീഡിയ മെയിനായിട്ട് എടുക്കാൻ കാരണം. പോരാത്തതിന് എൻ്റെ അടുത്ത് ക്യാമറയോ അല്ലാന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എന്ന് പറഞ്ഞ കോഴ്സ് എനിക്കതിനൊരു ഉപകാരപ്പെട്ടു. കാരണം അത്യാവശ്യം നല്ല വില പിടിപ്പുള്ള ക്യാമറാസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഡയറക്റ്റ് കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ കോഴ്സ് പഠിച്ചുകൊണ്ട് നമുക്ക് കിട്ടും. ഇതൊന്നല്ലൊക്കെ മെയിനായിട്ടുണ്ടായ ഗുണങ്ങൾ. എൻ്റെ ക്ലാസ്സിലുള്ളവർ എന്നെ പോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണവരാ, അല്ലാണ്ടെങ്കിൽ ഈ ഫീൽഡ് ഇഷ്ടപ്പെടുന്നവരാ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കണക്ഷൻസ്, കുറേ കോൺടാക്ട്സ്, ഇവർ കാരണം കുറേ വർക്ക്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മളെ ടീച്ചേഴ്സിന് അറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മളെ സ്റ്റുഡൻസ്, നമ്മളെ ഫ്രണ്ട്സിന് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവരിത് ഷെയർ ചെയ്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിലാണ് ഇൻട്രസ്റ്റ്, വീഡിയോ എഡിറ്റിംഗ് ആണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ആണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അല്ലാതെ മൾട്ടിമീഡിയ പോലത്തെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഒരു ബേസിക് മാത്രമേ കിട്ടുള്ളൂ, ഒരു ബേസ് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്തുണ്ടാക്കണം. അപ്പോൾ ഇതിന് കുറേ ടാസ്ക് ഉണ്ട്. ഇതിനേക്കാളും നല്ലത് ഏതെങ്കിലും ഒരു ഫീൽഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചൂസ് ചെയ്ത് പോകണതാണ്. ഞാൻ തന്നെ ഇപ്പോൾ മൾട്ടിമീഡിയ എടുത്തുകൊണ്ട് കുടുങ്ങി കിടക്കാമെന്ന് പറയാം. കാരണം എനിക്ക് വീഡിയോഗ്രാഫി അറിയാം, വീഡിയോ എഡിറ്റിംഗ് അറിയാം, ഗ്രാഫിക് ഡിസൈനിങ് അറിയാം, ആനിമേഷൻ അറിയാം, ഇങ്ങനത്തെ എല്ലാ പരിപാടിക്കും അറിയാം. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഏത് ചൂസ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനാണ്. ഇനിയിപ്പോൾ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ ഇതുവരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. കാരണം ഈ ഒരു സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒരു പേരിന് മാത്രം അവിടെ വെക്കുള്ളൂ. നമ്മളെ വർക്കാണ് മെയിൻ. എൻ്റെ കുറേ ഫ്രണ്ട്സ് മൾട്ടിമീഡിയ പഠിച്ചിട്ട് ഇതിനെ പറ്റിയൊരു ധാരണ ഇല്ലാതെ എങ്ങനെയൊക്കെ പാസ്സായി പോയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഈ മൾട്ടിമീഡിയയുടെ ഡിഗ്രി ഉണ്ടെന്ന് വെച്ചിട്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് ജോബ് കിട്ടാനോ അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇൻ്റർവ്യൂ പാസ്സാവാനോ അവർക്ക് ഫ്യൂച്ചറിൽ എവിടെയും എത്തിപ്പെടാനോ ഒന്നും സാധിക്കില്ല. കാരണം ഇതിൽ എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്കില്ലും കാര്യങ്ങളും മസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ ലിങ്ക്ഡിന് അങ്ങനത്തെ സൈറ്റൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമുക്കൊരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോബ് കിട്ടുമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് ആ ഒരു ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ടോപ്പിലെത്താൻ പറ്റുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്താൻ പോകില്ല. കാരണം നിങ്ങൾക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ അടിച്ചിട്ട് നിങ്ങളൊന്നിലും ഒരു പ്രോ ആവില്ല. എല്ലാത്തിൻ്റെയും ബേസിക് അറിഞ്ഞിട്ട് എല്ലാത്തിലും കുറച്ച് നിങ്ങൾക്ക് കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനൊരു ഡിഗ്രി എടുക്കാൻ എന്ത് ചെയ്യില്ല, റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിഗ്രി എടുക്കുക, എങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഫീൽഡും അറിയില്ല, പിന്നെ +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടേനും, എന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ലൊരു സ്ഥലമാണ് ഏത് മൾട്ടിമീഡിയ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മീഡിയ റിലേറ്റഡ് കോഴ്സുകൾ. പിന്നെ ചവറ് പോലെ ഇഷ്ടംപോലെ കോഴ്സ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. അതേപോലെ തന്നെ ഈ മീഡിയ കോഴ്സൊക്കെ നിങ്ങൾക്ക് ബേസിക് മാത്രമേ തരുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് ഒരിക്കലും ഒരു സിനിമാറ്റോഗ്രാഫറോ അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്ററോ ഇങ്ങനത്തെ ആരും അല്ല നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. ജസ്റ്റ് ഒരു ടീച്ചറാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുള്ള കാര്യങ്ങളും മറക്കരുത്. അതുകൊണ്ട് തന്നെ ആ ബുക്കിലുള്ള അല്ലാന്നുണ്ടെങ്കിൽ ആ സിലബസിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ, ബേസിക് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കുള്ളൂ. ഇപ്പം ഞാൻ തന്നെ പഠിച്ചത് എല്ലാ സോഫ്റ്റ്വെയർസിൻ്റെയും ഒരു ഇൻട്രൊഡക്ഷന് കാര്യങ്ങൾ, അതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെ അത് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഇതിന് ഡീപ്പായിട്ട് പഠിക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ള യൂട്യൂബും അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. എൻ്റെ 1-2 ഫ്രണ്ട്സ് ആഫ്റ്റർ എഫക്ട്സിൽ നല്ല പ്രോ ആണ്, അതേപോലെ തന്നെ ബ്ലെൻഡറിൽ കുറച്ച് പ്രോ ഉള്ള ഫ്രണ്ട്സുകളുണ്ട്. അങ്ങനത്തെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടും ഓരോ കൂടെ ഇരുന്നിട്ടൊക്കെയാണ് ഞാൻ എന്ത് ചെയ്തത് ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് തന്നെ. നമ്മുടെ നാട്ടിൽ കുറേ അക്കാഡമീസ് ഉണ്ട് വീഡിയോഗ്രാഫി കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത് ഭയങ്കര സംശയം. കാരണം നിങ്ങൾക്കൊരു ക്യാമറ റെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ അത് യൂസ് ചെയ്ത് യൂട്യൂബിലേക്ക് പഠിക്കാനുള്ള സെറ്റപ്പേ ഉള്ളൂ. കാരണം സ്വന്തമായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇങ്ങനെ കോഴ്സ് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളെ ടൈം പക്ക വേസ്റ്റാണ്. എൻ്റെ ഒരു 3 വർഷം വേസ്റ്റായി എന്നൊക്കെ പറയാൻ പറ്റില്ല, എന്നാലൊരു 1.5 വർഷം നമുക്ക് വേസ്റ്റാണ്. 1.5 വർഷത്തോളം 2 വർഷത്തോളം നമ്മളിതിൻ്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ നമുക്ക് കോളേജ് ലൈഫൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക എന്നുള്ള കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പക്കയാണ്. എൻ്റെ കൂടെ പഠിച്ചതിലെല്ലാം ചില ആൾക്കാരുണ്ട് കേട്ടോ, വേറെ ഒരു ഡിഗ്രി എടുക്കാനൊരു ഐഡിയ ഇല്ലാഞ്ഞിട്ട്
മൾട്ടിമീഡിയ എന്നുള്ള പേരിൽ എന്തോ സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ഇവിടുന്ന് പക്കായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു കോഴ്സാണ് ഈ ഒരു മീഡിയ റിലേറ്റഡ് കോഴ്സസ്. അതുകൊണ്ട് നോക്കി കണ്ടുപിടിക്കുക. അപ്പോൾ ഓക്കെ ബൈ.